ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എംകോ ഫിനാൻസ് ഹെൽപ്പറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് യൂസസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി അഥവാ സിഗ്നിഫിക്കൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഇന്നത്തെ ബിസിനസ് ഫീൽഡ് ഒരുപാട് കോമ്പറ്റീഷൻ നേരിടുന്ന മേഖലയാണല്ലേ. സ്കെയർ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ടും വർദ്ധിച്ചു വരുന്ന കോമ്പറ്റീഷനെ നേരിട്ടുകൊണ്ടും പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നത് വലിയൊരു റിസ്ക് തന്നെയാണ്. ഇത്തരത്തിലുള്ള ബിസിനസ് പ്രോബ്ലംസ് മുഴുവനായും ഇല്ലാതാക്കാൻ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന് കഴിയില്ലെങ്കിലും അവ മിനിമൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ യൂസസ് എന്തെല്ലാമാണെന്ന് നോക്കാം. റോൾ ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ ബിസിനസ്. ഫസ്റ്റ് വൺ, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഓഫ് ഇൻവെൻറ്ററി കൺട്രോൾ ആർ യൂസ്ഫുൾ ഇൻ ഡിസൈഡിങ് when and how much items are to be purchased so as to maintain a balance between the cost of holding and cost of ordering the inventory. ഒരു സ്ഥാപനത്തിലെ സാധനങ്ങൾ എപ്പോൾ വാങ്ങണം, എത്രയാണ് വാങ്ങേണ്ടതെന്ന് തീരുമാനിക്കുന്നതിന് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഇൻവെൻറ്ററി കൺട്രോൾ. അതായത് ഇൻവെൻറ്ററിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഡിസിഷൻസ് എടുക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണിത്. വെയർ ഹൗസിൽ ഏതെല്ലാം പ്രൊഡക്ട്സ് ആണ് സ്റ്റോക്ക് ഉള്ളത്, എല്ലാ ഇൻവെൻറ്ററിയും പ്രൊഡക്ട്സും സേഫ് ആയിട്ടാണോ സ്റ്റോർ ചെയ്തിട്ടുള്ളത്, ഓരോ പ്രൊഡക്ട്സും എവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് തുടങ്ങി എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ ഇൻവെൻറ്ററി കൺട്രോൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഇൻവെൻറ്ററീസ് ലോങ് ടൈമിലേക്ക് ലാർജ് ക്വാണ്ടിറ്റിയിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പോൾ ബിസിനസ്സിന് നഷ്ടമുണ്ടാക്കിയേക്കാം. ഇനി അതല്ല, സാധനങ്ങൾക്ക് കുറവുണ്ടാവുകയാണെങ്കിലോ അതും ബിസിനസ്സിനെ നെഗറ്റീവായി എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് എത്ര ഹോൾഡ് ചെയ്ത് വെക്കണം, എത്രയാണ് ഓർഡർ ചെയ്യേണ്ടത്, എത്രയാണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങൾ തമ്മിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്യണം. അപ്പോൾ എന്താണ് ഇൻവെൻറ്ററി കൺട്രോൾ, എപ്പോൾ വാങ്ങണം, എത്ര വാങ്ങണം എന്നെല്ലാം തീരുമാനിക്കാൻ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നു. Then next, quantitative techniques of PERT and CPM helps in determining the earliest and the latest times for the events and the activities of a project so as to enable the management for proper deployment of resources. ഒരു പ്രൊജക്റ്റിൻ്റെ ഇവൻറ്റോ ആക്ടിവിറ്റീസോ നടത്തുന്നതിനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടൈം കണ്ടെത്താനും അതുവഴി റിസോഴ്സസിൻ്റെ ശരിയായ ഉപയോഗത്തിനും മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന ടെക്നിക്കാണ് PERTും CPMും. ഓരോ ആക്ടിവിറ്റിക്കും ഉചിതമായ രീതിയിൽ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യാൻ അനുവദിക്കാൻ ഈ ടൂൾസ് ഉപയോഗിക്കുന്നു. ഇതുവഴി റിസോഴ്സസിൻ്റെ വേസ്റ്റേജ് ഉണ്ടാകുന്നത് തടയാനും ഈ ടെക്നിക്സ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊജക്റ്റിന് വേണ്ടി വരുന്ന അനാവശ്യ ടൈം കോസ്റ്റുമൊക്കെ കുറയ്ക്കാനും മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നു. Then third one, quantitative techniques of linear programming is used for optimal allocation of the scarce resources in the problems of scheduling and product mix. Linear programming എന്തിനാണ് യൂസ് ചെയ്യുന്നത്? Used for optimal allocation of the scarce resources in the problems of scheduling and product mix. ഷെഡ്യൂളിങ്ങിലെയും പ്രൊഡക്റ്റ് മിക്സിലെയും പ്രോബ്ലംസ് മനസ്സിലാക്കിക്കൊണ്ട് സ്കെയറായ റിസോഴ്സസിൻ്റെ ഒപ്റ്റിമൽ അലോക്കേഷൻ നടത്താൻ വേണ്ടിയാണ് ബിസിനസ്സിലെ ലീനിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്കിതിനെക്കുറിച്ച് നോക്കാം. ലീനിയർ പ്രോഗ്രാമിംഗ്, ഇതിൻ്റെ മീനിങ് കണ്ടെത്താനായിട്ട് നമുക്കിതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ലീനിയർ എന്നും പ്രോഗ്രാമിംഗ് എന്നും. ലീനിയർ എന്നാൽ വേരിയബിളുകൾ തമ്മിൽ അല്ലെങ്കിൽ തന്നിട്ടുള്ള വേരിയബിൾ തമ്മിലുള്ള ബന്ധത്തെ കണ്ടെത്താനാണ് ഉപയോഗിക്കുന്നത്. പ്രോഗ്രാമിംഗ് എന്നാലോ ലഭ്യമായ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ഒപ്റ്റിമൽ റിസൾട്ട് കണ്ടുപിടിക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുക എന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ തന്നിട്ടുള്ള വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് ബെസ്റ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കണ്ടുപിടിക്കുക. ഇതാണ് പ്രോഗ്രാമിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കോളേജിലേക്ക് എത്തണം എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് പോകാൻ ഒരുപാട് വഴികളുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത് ഏത് വഴിയായിരിക്കും? എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുന്ന വഴിയായിരിക്കും അല്ലേ? അപ്പോൾ അതൊരു ബിസിനസ്സിലാവുമ്പോൾ എങ്ങനെയായിരിക്കും? ഒരുപാട് പ്രശ്നത്തിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായ സൊല്യൂഷൻ, അതിന് പറ്റിയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇതാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഫോർത്ത് വൺ, quantitative techniques of decision trees analysis and simulation help the management in taking the best possible course of action under the conditions of uncertainty and risks. ബിസിനസ്സിൻ്റെ അൺസർട്ടനിറ്റി റിസ്ക് അവസ്ഥയിൽ ഏറ്റവും മികച്ച നടപടിയെടുക്കാൻ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന ടെക്നിക്സാണ് ഡിസിഷൻ ട്രീ അനലൈസിസും സിമുലേഷനും. മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ഡിസിഷൻ മേക്കിംഗ്. ഇതൊരു കോംപ്ലക്സ്
പ്രോസസ്സ് തന്നെയാണ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സുകൾ ബിസിനസ്സിലെ ഡിസിഷൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് അനലൈസ് ചെയ്ത് ഡിസിഷൻസ് മേക്കിംഗ് പ്രോസസ്സ് ഈസി പ്രോസസ്സ് ആക്കി മാറ്റുന്നു. ഇത്തരത്തിൽ കോംപ്ലക്സ് ആയ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ടെക്നിക്സാണ് ഡിസിഷൻ ട്രീ അനലൈസിസും സിമുലേഷനും. ഡിസിഷൻ ട്രീ അനലൈസിസിൽ നമ്മൾ ഒരു ഡിസിഷൻ്റെ പോസിബിൾ ഓൾട്ടർനേറ്റീവ്സും പോസിബിൾ ഔട്ട്കംസും ഒരു ഡയഗ്രത്തിൽ ഒരു ട്രീ പോലെ പ്രസൻറ്റ് ചെയ്യുന്നു. അതിൽ നിന്നും അനലൈസ് ചെയ്തതിന് ശേഷം ബെസ്റ്റ് ഡെസിഷൻസ് എടുക്കുന്നു. അതുപോലെ തന്നെ സിമുലേഷനിലെ ഉണ്ടാകാൻ പോകുന്ന ഒരു റിയൽ സിറ്റുവേഷന് സാമ്യമുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് തങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട്, തങ്ങൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് ആ ഡിസിഷനിലൂടെ ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കിയാണ് ബിസിനസ് ഡിസിഷൻ സിമുലേഷനിലൂടെ എടുക്കുന്നത്. ഇങ്ങനെ ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന ടെക്നിക്സാണ് ഈ രണ്ട് ടെക്നിക്സും. Then fifth one, quantitative technique of queuing theory is used to minimize the cost of waiting and servicing of the customers in queues. കസ്റ്റമേഴ്സ് ക്യൂവിൽ നിൽക്കുന്നത് മൂലമുണ്ടാകുന്ന കോസ്റ്റുകൾ, വെയിറ്റിങ്ങിനും സർവീസിങ്ങിനും വേണ്ടി ചെലവഴിക്കുന്ന കോസ്റ്റുകൾ കുറയ്ക്കുക എന്നതാണ് ക്യൂയിങ് തിയറിയുടെ ലക്ഷ്യം. അതായത് ബിസിനസ്സുകാർ തങ്ങളുടെ കസ്റ്റമേഴ്സിനെ അധികം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ പ്രൊഡക്ട്സ് എത്തിച്ചു കൊടുക്കണം, കസ്റ്റമേഴ്സിനെ എത്തിച്ചു കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുക. പക്ഷേ നമുക്കറിയാം ഓരോ പ്രൊഡക്ട്സും നമ്മുടെ കൈകളിലേക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നത് പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടാണ്. പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു. പിന്നീട് കസ്റ്റമേഴ്സിലേക്ക് എത്തണമെങ്കിലോ കസ്റ്റമേഴ്സ് അത് ഓർഡർ ചെയ്യണം, അല്ലെങ്കിൽ ഷോപ്പിൽ പോയി വാങ്ങിക്കണം. അങ്ങനെ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. അതുമാത്രമല്ല ഈ ഓരോ ഘട്ടത്തിലും പല തടസ്സങ്ങളും ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അപ്പോൾ എന്താണ് ഉണ്ടാവുക? സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സിൻ്റെ സംതൃപ്തി കുറയാൻ കാരണമാകും. ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് കുറയ്ക്കുന്നതിന് ക്യൂയിങ് തിയറി ബിസിനസ് മാനേജ്മെൻറ്റിനെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ, quantitative technique of replacement theory guides the management in taking a decision as to the replacement period of the equipments. ഉപകരണങ്ങളുടെ റീപ്ലേസ്മെൻറ്റ് പീരീഡ്, അതായത് മാറ്റി സ്ഥാപിക്കൽ കാലയളവുമായി സംബന്ധിച്ച ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന ടെക്നിക്കാണ് റീപ്ലേസ്മെൻറ്റ് തിയറി. ഏതെങ്കിലും മെഷീൻസ് എഫിഷ്യൻസി കുറയുകയോ ബ്രേക്ക് ഡൗൺ ആവുകയോ ചെയ്താൽ അവ റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എത്രയും വേഗം അത് മാറ്റി പുതിയത് വാങ്ങണമെന്നാണ് ഏതൊരു ബിസിനസ്സുകാരനും ആഗ്രഹിക്കുക. അത്തരം സാഹചര്യത്തിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, റീപ്ലേസ്മെൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസിന് സൊല്യൂഷൻസ് കണ്ടെത്താനും ഏറ്റവും മികച്ച ഡിസിഷൻസ് ആ ടൈമിൽ എടുക്കാനും സഹായിക്കുന്ന ടെക്നിക്കാണ് റീപ്ലേസ്മെൻറ്റ് തിയറി. അപ്പോൾ ഇത്രയാണ് യൂസസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ ബിസിനസ്സിൽ വരുന്നത്. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.